ഏതോ ഒരു ഗസ്റ്റിനെയും കൊണ്ട് വരുന്നുണ്ട്. ഡൂഡു പേരല്ലേ? റാഡോ. ഇപ്പൊ ഡൂഡു എന്ന് പറഞ്ഞ റാഡോ. ഇത് ഞങ്ങളുടെ മുമ്പ് ഉണ്ടായിരുന്ന മെയിൽ ഡോഗ് ഉണ്ട്, അവന്റെ കുട്ടിയാണ്. അവൻ മരിച്ചതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് അവൻ മേറ്റ് ചെയ്ത ഫീമെയില് ലിറ്റർ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പം അവനെ മിസ് ചെയ്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയത്. അതില് അവര് വിളിച്ച് ഫീമെയിൽ ഡോഗ്സിന്റെ ഓണർ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ ഡോഗിന്റെ റെപ്ലിക്കയാണ് കേട്ടോ, ഒന്ന് വേണമെങ്കിൽ കണ്ടു നോക്കുന്നു പറഞ്ഞു. അങ്ങനെ പോയി നോക്കിയപ്പോ ശരി തന്നെ അവനെ പോലെ തന്നെ ഇരിക്കുന്നു, ഒരു ഫീമെയിലും മെയിലും. ജസ്റ്റ് കാണാൻ പോയപ്പോ അറിഞ്ഞ ചേട്ടൻ മനസ്സിലായി എനിക്കത് വീട്ടിലോട്ട് കൊണ്ടുവന്നാൽ കൊള്ളാന്നുണ്ട്. അങ്ങനെ ചേട്ടൻ പറഞ്ഞു വേണമെങ്കിൽ എടുത്ത് അവൻ കൊണ്ടുപോയി വീട്ടില് വളർത്താമെന്ന്. അങ്ങനെ കൊണ്ടുവന്നാണ്. ഓക്കെ. ചേച്ചി ഇടയ്ക്ക് റീൽ ഇട്ടിരുന്നല്ലേ, മറ്റേ ഇങ്ങനെ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന? ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റീലിലാണ് കണ്ട. ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ചെടിയുടെ എന്തൊക്കെയോ ഒരു ഇതില് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ഹസ്കി ഉണ്ടായിരുന്നു, അതും മരിച്ചുപോയി. ഓക്കെ. പക്ഷെ ഹസ്കി പോയതിനു ശേഷം വേറൊരു ഹസ്കി കൊണ്ടുവരണം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഹ്യൂഗോ ഭയങ്കര ഒരു ബോണ്ടഡ് ആയിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയാണ്. ഇവർ ഓരോ ബ്രീഡും അങ്ങനെ ഡിഫറെന്റ് ആണോ ഈ ബോണ്ട് വരുന്ന കാര്യത്തില്? ഞാൻ മനുഷ്യരെ പോലെ തന്നെ ഭയങ്കര ഒരു ക്യാരക്ടറൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഓരോ ഡോഗും ഒരു മയൊറാളിനെ പോലെയല്ല. ഞാൻ വളർത്തിയ ബ്രീഡ്സ് അച്ഛനും പോലും ഒരുപോലെ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയും. കെനെ കോഴ്സ് ആണ് ദി ബെസ്റ്റ് ബ്രീഡ് എന്ന് ഞാൻ പറയും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. അർജുൻ ചേട്ടന് വേറെ ഡിഫർ ചെയ്യുമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ വളർത്തിയിട്ടുള്ള ബ്രീഡ്സിൽ ദി ബെസ്റ്റ് ബ്രീഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെനെ കോഴ്സ്. ഇത്രയും അടിപൊളി ഡോഗ് വേറെ ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ഫാമിലി ആയിട്ട് വളർത്താൻ പറ്റിയത് ഫസ്റ്റ് ടൈം ഓണേഴ്സിനല്ല, കുറച്ച് വളർത്തി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ബ്രീഡ് അടിപൊളിയാണ്. അതിന്റെ സൈസ്, അതിന്റെ ലുക്ക്, അതിന്റെ ഗാർഡിങ് രീതി നോക്കിയാൽ അതിന്റെ ഫാമിലി അടുത്തുള്ള ലോയൽറ്റി വെച്ചൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്രീഡ്. അർജുൻ ചേട്ടൻ ഏതാണ് ഇഷ്ടം? ഡോഗ് ഇനിയും എക്സ്പീരിയൻസ് ചെയ്യാണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ വെച്ചാൽ വളർത്തിയേല് വെച്ച് ഡോബർമാൻ ആയിരിക്കും. അങ്ങനെയല്ല, അത് ഓരോന്നിനും ഡോബർമാനൊക്കെ ഭയങ്കര ഒറ്റയ്ക്ക് വളർത്തിയ ഡോഗാണ്. അപ്പൊ അതിൻ്റെ അടുത്തുള്ള അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഡോഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും വേറൊരു ഇഷ്ടമായിരിക്കുമല്ലോ. അതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക്. ഇപ്പൊ അത് ക്ലിയറായി വളർത്തുന്നു. എന്നെ സ്ക്രൂ ചെയ്ത് നോക്കുന്നു, സ്കാൻ ചെയ്യുന്നത്. ഇത്രയും പരിചയമില്ലാത്ത ആൾക്കാർ നിൽക്കരുത്. ഇതെപ്പോഴാ ട്രിഗർ ആവുന്നേ? ലൈക്ക് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വലിയൊരു വൃത്തിയുടെ സംഭവിച്ചാലേ ഉള്ളൂ. ഇവൻ അങ്ങനെ ഈസിലി പ്രൊവോക്ഡ് ആവണ അങ്ങനെയല്ല, കുറച്ച് സോഷ്യലൈസ്ഡ് ആണ് ആൾക്കാരൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ അടുത്തൊരാളെ കാണിച്ചു, ഒരാൾ വരുമ്പോഴത്തേക്ക് ഇതുപോലെയാണ്. അങ്ങനെ പെണ്ണുങ്ങളെയൊന്നും ഇഷ്ടമൊന്നുമില്ല. കുമ്പളയുടെ ഒരു അപ്രോച്ച് ഒന്നും ഈ മറ്റേ ടൂ മച്ച് ചക്കരി എന്നൊക്കെ പറഞ്ഞത് കെട്ടിപ്പിടിക്കുന്നൊന്നും ഇഷ്ടമല്ല. അപ്പൊ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഞങ്ങളുടെ ഡോഗ്സ് അത്ര അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. വന്ന് കെട്ടിപ്പിടിച്ച് ഓവറായിട്ട് സ്നേഹം കാണിക്കുന്നവർക്ക് അങ്ങനെ അത് അലോ ചെയ്യും, നമ്മളെ അലോ ചെയ്യും. വെളിയിൽ നിന്നുള്ള ആൾക്കാര് അങ്ങനെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇതിൽ നിൽക്കുന്നത്. അതാണ് എനിക്ക് നിങ്ങളുള്ള ധൈര്യത്തിലായിരിക്കും ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ആളെ കാണാം. മതിയായി കണ്ട്. വയനാടോ നടന്നിട്ട് മതി. പോട്ടെ. ഇപ്പൊ മനസ്സിലായി ട്രിഗർ അവിടെ എങ്ങനെയാണ്. അടുത്ത എനിക്ക് ചേച്ചിയെടുത്ത് ചോദിക്കാനുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും യൂഷ്വലി ചേച്ചിയോട് ചോദിച്ച് മടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റ്സ് അല്ലെങ്കിൽ ബോഡി ഷേമിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചേട്ടൻ്റെ എന്തെങ്കിലും സംസാര രീതികളായിരിക്കാം, ലൈക്ക് ഇങ്ങനെ ആൾക്കാർ എന്തെങ്കിലും കിട്ടാൻ കണക്കിനിരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണുമല്ലോ, ഒരു അഭിപ്രായം കാണുമല്ലോ. നിങ്ങൾ എങ്ങനെ അതിനെ നോക്കി കാണുന്നത്? നെഗറ്റീവ്സിനെയൊക്കെ അപ്പോഴത്തെ മൂഡ് പോലെ, നമ്മൾ ഏത് മൂഡിലിരുന്നാണ് കമന്റ് കാണുന്നതെന്നുള്ളത് പോലെ ഇരിക്കും. സെൻസിറ്റീവ് ആയിരിക്കുന്ന സമയത്താണ്, അതാണ് സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് കാണണമെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് എടുക്കും. പേഴ്സണലായിട്ട് എടുക്കും. ചിലപ്പോൾ തിരിച്ച് കമന്റ് റിയാക്ട് ചെയ്യും. ചിലപ്പം മെസ്സേജിൽ നല്ല വഴക്കാവുമായിരിക്കും. അത് ആ ഒരു മൂഡ് പോലെ ഇരിക്കും. മോസ്റ്റ്ലി കമന്റ്സ് വായിക്കാൻ നിൽക്കാറില്ല.
ചെങ്ങാനും ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മളെ കാണിക്കാനായിട്ട് ചുറ്റും കുറെ ആൾക്കാരുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തെങ്കിലും നമുക്ക് അയച്ചു തരും, ഇത് കണ്ടിരുന്നോന്നോ. അത് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു മൂഡ് പോലെ ഇരിക്കും. നമ്മളൊരു എന്തെങ്കിലും ആയിട്ട് പോട്ടെ, അവരെന്തെങ്കിലും എഴുതിയിട്ട് പോട്ടെ എന്നുള്ള മൂഡിലാണെങ്കിൽ അതങ്ങനെ കളയും. എല്ലാവർക്കും എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാരുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? സോഫാർ ഭയങ്കര നല്ലതാണ്. അതല്ലേ ഒരാൾ ഈ ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമന്റ് ഇടുന്ന അതേ ഒരു ലെവൽ ഓഫ് ചീപ്നെസ്സിൽ ആരും വെളിയിൽ അങ്ങനെ നിക്കില്ല. അവനവന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ നോക്കും. ഇതില് വെച്ച് കഴിഞ്ഞാൽ ആരും നേരിട്ട് കാണുന്നില്ല. എന്ത് ഷിറ്റ് വേണമെങ്കിലും നമുക്ക് പറയാം. അവിടെ നേരിട്ട് അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ നിലയും വിലയൊക്കെ നോക്കൂല്ലോ. നമ്മൾ ഒരാളുടെ അടുത്ത് പോയി നമ്മുടെ സ്റ്റാൻഡേർഡ് കളഞ്ഞ് നമ്മൾ സംസാരിക്കില്ല. അതുകൊണ്ട് നേരിട്ട് അങ്ങനത്തെ ഇതിലത്തെ വൃത്തിയായിട്ട കമന്റ്സ് പോലത്തെ വൃത്തിയായിട്ട ആൾക്കാരെ നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ലൈഫിലാണെങ്കിലും എനിക്ക് പേഴ്സണലി അറിയുന്ന രീതിയിലാണെങ്കിലും ഒത്തിരി ഡൗൺഫോൾ ഇപ്പം അർജുൻ ചേട്ടൻ്റെ ഇതിലാണെങ്കിലും ഒത്തിരി ഡൗൺഫോൾസ് നിങ്ങൾ കണ്ടു. നിങ്ങളത് എനിക്കൊന്ന് ഒരുമിച്ച് നിന്നാണ് നിങ്ങളത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പം അതിൽ നിന്നൊക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് മൂവ് ഓൺ. എന്ത് ചേച്ചി ഇവനാണ് ആ പെണ്ണുങ്ങളെ ഇഷ്ടമല്ലാത്ത. ചാടി വരില്ലല്ലോ. അങ്ങനെയൊന്നും വരില്ല. പക്ഷെ തൊടാൻ പോവോ അടുത്തോട്ടൊക്കെ വന്നാലേ ഉള്ളൂ ഒരു പ്രശ്നം. അവനൊരു സ്ത്രീ വിരോധിയാണ്. ആണല്ലേ? പറയിലോട്ട് നിക്കണോ? അടുത്തോട്ട് വരാതെ അവിടെ ഒന്നും വരുമൊന്നുമില്ല. അവിടെ ഇരുന്ന് ശരി ശരി. അത് തന്നെ മമ്മ ഇവിടെ ഉണ്ട്. അവിടെ പോകണല്ലോ. ഇതാണ് എൻസോ. എൻസോ എൻസോ കുറച്ചും കൂടി നമ്മുടെ വീട്ടിൽ കാര്യങ്ങളുടെ തിരിച്ചറിവൊക്കെ ഉള്ള ഒരു ഡോഗാണ്. വേറെ ആരെയും അങ്ങനെ ഇഷ്ടമല്ല. വേറെ ആനിമൽസിന്റെ അടുത്ത് അങ്ങനെ മിംഗ്ലിങ് അവന് നമ്മളെ ഇഷ്ടമുള്ളൂ. വേറെ ആനിമൽസുമായിട്ടുള്ള ബന്ധം കിളികളെ കണ്ട അടിച്ചു കൊല്ലുവാണ്. പൊതുവെ ഡോഗ് അർജന്റീനോ അതർ ആനിമൽസിനോടുള്ള ടോളറൻസ് ഇല്ല. അത് ബ്രീഡ് എടുക്കുമ്പോഴേ പറയുന്നുണ്ട്. മറ്റുള്ള ഡോഗ്സുമായിട്ട് അത്ര മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു ബ്രീഡ് അല്ല ഡോഗ് അർജന്റീനോ. കാനക്കോഴ്സും അല്ല. അങ്ങനെ ഡോഗ് പാർക്കിലൊന്നും അങ്ങനെ ഫോറിനേഴ്സ് കൊണ്ടുപോകില്ല കാനക്കോഴ്സ്. ഇപ്പോഴത്തെ വലിയ മെയിൽ ഡോഗ് ഇതാണ്. അതെ. ഇത് എത്ര വയസ്സുണ്ട്? 4. അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ഡോഗ് മരിച്ചു പോയത്. അവനിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ അവന് 6 വയസ്സായിരുന്നേ. പിന്നെ നമ്മുടെ ഫീമെയിൽ കാനക്കോഴ്സ് ഉണ്ട്. അവൾക്ക് 5 വയസ്സ്. അവളിൽ നിന്ന് 1 വയസ്സ് കുറവാണ്. ഇവന് 4 വയസ്സ്. ബൈ. ഇതൊക്കെ നമ്മൾ പറയുന്ന ലാംഗ്വേജ് ഒക്കെ ഇവർക്ക് മനസ്സിലാവൂല്ലേ? നമ്മളെ ടോണ് ലാംഗ്വേജിനല്ല, എല്ലാം ടോണും വോയിസ് മോഡുലേഷൻ വെച്ചിട്ടാണ്. നമ്മൾ കൂട്ടി കയറണമെന്ന് പറഞ്ഞ പോലെ ആയിരിക്കില്ല വെളിയിൽ നിന്ന് ഒരാൾ വന്ന് പറയണം. പക്ഷെ നമ്മുടെ ആ മോഡുലേഷൻ ഒക്കെ വെച്ചിട്ടാണ് ഇവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ടൂ മച്ച് സെന്റൻസുകളൊക്കെ പറയാതെ ഷോർട്ട് വേർഡ്സ് അങ്ങനെ പറയുമ്പോൾ ഡോഗ് കുറെ കൂടെ റെസ്പോണ്ട് ചെയ്യും. ഇവിടെ അർജുൻ ചേട്ടനെ പോലെയാണ് ഇവിടെ എല്ലാരും സംസാരിക്കുന്നത്. അതുകൊണ്ടില്ല ഒന്നും ചെയ്യും. നോക്കുന്ന അവിടെ നിന്ന് ഇങ്ങനെ ഒരു ലുക്ക് വെറൈറ്റി ആയിട്ട് മാറി സംസാരിച്ചാൽ അവര് കേൾക്കൂല. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവ്സിന്റെ കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുമ്പോഴത്തേനും എങ്ങനെയാണ് ചേച്ചി അത് ഫേസ് ചെയ്യുന്നത്? അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ വായിക്കാറില്ല, നോക്കാറില്ല. എനിക്ക് അഗൈൻസ്റ്റ് എന്തിട്ടാലും ഞാൻ ഡിലീറ്റ് ചെയ്യും. ഒന്നും ഞാൻ വെക്കാറില്ല. എന്റെ വീട് പോലെയാണ് എന്റെ പ്രൊഫൈൽ. എന്റെ വീട്ടിൽ കയറി ഒരു നോൺസെൻസ് ഞാൻ ടോളറേറ്റ് ചെയ്യില്ല. സോ ഇസ് മൈ പ്രൊഫൈൽ. എന്റെ പ്രൊഫൈലിൽ ഒരു നോൺസെൻസ് ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യും. വേറെ വല്ല മീഡിയ പേജിലൊക്കെ പോയി എന്തോ പറഞ്ഞോ കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളടുത്ത് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന പേജസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് ചെക്ക് ചെയ്യാറുണ്ട്. നമുക്ക് അഗൈൻസ്റ്റ് ടൂ മച്ച് ഒരു ബുള്ളിങ് ഒക്കെ വരുമ്പോൾ അവർ കമന്റ്സ് റെഗുലേറ്റ് ചെയ്യാറുണ്ട്. നമുക്കത് വിഷമാവണ്ടെന്നൊക്കെ വിചാരിച്ച് അത് നമ്മൾ വളരെയധികം അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്.